നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ പ്രിന്റു മഹാദേവിനെ തേടി ബി.ജെ.പി. നേതാക്കളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ്. തൃശൂരിൽ സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കത്തോലിക്കാ സഭ. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രസ്താവന നുണയും അവഹേളനവുമാണെന്ന് കത്തോലിക്കാ സഭാ മുഖപത്രം. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായിക മത്സരങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലില്ലെന്ന് പരാതി. മത്സരങ്ങൾക്കിടയിൽ പരിക്കേറ്റാൽ ചികിത്സ നൽകാൻ സംവിധാനങ്ങളില്ലെന്ന് മത്സരാർത്ഥികളും അധ്യാപകരും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ കുരുക്കൊഴിയാതെ ആമ്പല്ലൂർ. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് പരിഹാരം കാണാതെ ദേശീയപാത അതോറിറ്റി. ബി.ജെ.പിയെ വേട്ടയാടിയ ഏത് പോലീസുകാരനായാലും ചാണകം മുക്കിയ ചൂലുകൊണ്ടടിക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി. ഗോപാലകൃഷ്ണൻ. ചാനൽ ചർച്ചയിൽ നാക്കുപിഴവിന്റെ പേരിൽ പ്രിന്റു മഹാദേവനെതിരെ കേസെടുക്കണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കണമെന്നും ഗോപാലകൃഷ്ണൻ. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് നിയമസഭയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി. ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പിടികൂടിയെന്നും ജയിലിലെ വൈദ്യുതി വേലി പ്രവർത്തനക്ഷമമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി. ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് അമീബിക് മസ്തിഷ്ക ജ്വര പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു. 36 വാർഡുകളിൽ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ കിണർ ക്ലോറിനേഷൻ നടത്താൻ തീരുമാനം. തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശവങ്ങളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചവരാണ് തന്നെ കുറ്റം പറയുന്നതെന്ന് സുരേഷ് ഗോപി. എടത്തുരുത്തി പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ലെന്നാരോപിച്ച് എടത്തുരുത്തി ചന്ദ്രാപിന്നി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മുൻ എം.പി. ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കും. ചേർപ്പ് തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിദ്യാരംഭത്തിന് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. രാഹുൽ ഗാന്ധിയെ അപമാനിച്ച ബി.ജെ.പി. നേതാവിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. 10ാമത് ആയുർവേദ ദിനത്തിന്റെ ജില്ലാതല പരിപാടികൾ പി. ബാലചന്ദ്രൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബീനകുമാരി അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ വോട്ടവകാശ സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ചോരി പ്രക്ഷോഭ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. ഡി.സി.സി ജനറൽ സെക്രട്ടറി കെ.എഫ്. ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. യറവ് പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ പരസ്യ ബോർഡ് സ്ഥാപിച്ച അരിമ്പൂർ സ്വദേശി ശെൽവരാജിന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം 3000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. പരസ്യ ബോർഡ് സ്ഥാപിച്ചവരോട് എടുത്തുമാറ്റാൻ നിർദ്ദേശിച്ചിട്ടും പാലിക്കാത്തതിനാലാണ് പിഴ ചുമത്തിയത്. അരിമ്പൂർ പഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഓഫീസ് അറ്റൻഡന്റ് ഷജീനയ്ക്ക് ജീവനക്കാരും ജനപ്രതിനിധികളും ചേർന്ന് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉപഹാരം കൈമാറി. കൊണ്ടാഴി പഞ്ചായത്തിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ നിശ്ചയിച്ചു. ഓട്ടോറിക്ഷകളുടെ നമ്പർ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ശശിധരൻ നിർവഹിച്ചു. ഒരു ദിവസം ഒരു കുടുംബം കോൺഗ്രസിലേക്ക് എന്ന ക്യാമ്പയിൻ പുതുക്കാട് മേഖലയിൽ തുടരുന്നു. കോൺഗ്രസിൽ ചേർന്ന വിഷ്ണുവിനെയും കുടുംബത്തെയും നേതാക്കൾ സ്വീകരിച്ചു. വെളുത്തൂർ ശ്രീ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിനത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇരിങ്ങപ്പുറം ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചാരി മേളത്തിൽ 50ഓളം പേർ പങ്കെടുത്തു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എൻ. കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് 6ാം വാർഡിലെ തെക്കേക്കുന്ന് കുറുവക്കാട്ടിൽ റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. തിരുവല്ലോമല വി.കെ.എൻ. സ്മാരക വായനശാല ഹാളിൽ ഓൾ കേരള കരാട്ടെ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുഹമ്മദ് അപ്പേക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലോമല പാമ്പാടി ശ്രീമന്തം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ഭാഗമായി കഥകളിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പറക്കോട്ടുകാവ് പാമ്പാടി ദേശ കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ, സെക്രട്ടറി രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി കെ.ജി. ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. BSNL രജത ജൂബിലിയോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് നടത്തി.
കോവിലകത്തുംപാടത്ത് നടന്ന ക്യാമ്പ് സീനിയർ ജനറൽ മാനേജർ MS ഹരി ഉദ്ഘാടനം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ സമിതി അംഗത്വ പ്രചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വർഷധാര പുരസ്കാരത്തിന് മുൻ MP TN പ്രതാപൻ അർഹനായി. ഒക്ടോബർ 12 വൈകിട്ട് 6 കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് പുരസ്കാരം സമ്മാനിക്കും. കൊടകര പഞ്ചായത്തിൽ കൃഷി പാഠശാല പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം ഉപജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. പെൺകുട്ടികളുടെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ക്ലാസ് എടുത്തു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച റവന്യൂ ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ കുന്നംകുളം ഉപജില്ലയ്ക്ക് കിരീടം. ചാമ്പ്യൻഷിപ്പ് വാർഡ് മെമ്പർ KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കോതച്ചിറ ചിറക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് തുടക്കമായി. കലാമണ്ഡലം ഹൈമവതി ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിശ്ശേരി SC UP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗായിക ഗൗതമി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ പൂജവെപ്പ് ഭക്തിസാന്ദ്രമായി. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 3, 4 തീയതികളിൽ മ്യൂസിയം ആൻഡ് ആർക്കൈവ്സ് 5ാം വാർഷികാഘോഷം സംഘടിപ്പിക്കും. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരിയിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിതം ബുക്സും പെരുമണ്ണൂർ EPN നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ ലൈബ്രറിയും സംയുക്തമായി സാഹിത്യോത്സവം സംഘടിപ്പിക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കുഴൂർ പഞ്ചായത്ത് വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷയായി. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരത് പെട്രോളിയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവ ആചരിച്ചു. പ്രധാനാധ്യാപകൻ KP ബിനു അധ്യക്ഷത വഹിച്ചു. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം എന്ന പരിപാടി സംഘടിപ്പിക്കും. ശനിയാഴ്ച നടക്കുന്ന പരിപാടി VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. അയ്യന്തോൾ കാരാട്ട് ജയശ്രീ അനിലിന്റെ വീട്ടിൽ അപൂർവമായി പൂക്കുന്ന സഹസ്രദള പത്മം പൂവിട്ടു. 3 മുട്ടുകളിൽ ഒരെണ്ണമാണ് വിരിഞ്ഞത്. 3 മാസം മുൻപ് ഓൺലൈൻ വഴിയാണ് വിത്ത് വാങ്ങിയത്. കൊടുങ്ങല്ലൂർ സാക്ഷി കോട്ടപ്പുറത്ത് ആംഫി തിയേറ്ററിൽ സംഘടിപ്പിച്ച മുഹമ്മദ് റാഫി അനുസ്മരണ സമ്മേളനം സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. സാക്ഷി പ്രസിഡന്റ് സെയ്താവൻ കോട്ടപ്പുറം അധ്യക്ഷത വഹിച്ചു. പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂർ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന വനിതാ കൺവെൻഷൻ വെള്ളിയാഴ്ച തൃശൂരിൽ നടക്കും. അയ്യന്തോൾ കോസ്റ്റ്ഫോർഡിൽ നടക്കുന്ന കൺവെൻഷൻ വയോജന കമ്മീഷൻ അംഗം EM രാധ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കും. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെയുള്ള ഒരു മാസക്കാലമാണ് വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഗ്രീൻ വളണ്ടിയേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സംഘടിപ്പിക്കും. വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം തൃശൂർ ഡിവിഷന്റെ സഹകരണത്തോടെ ഒക്ടോബർ 2 മുതൽ 5 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. നാടൻ കലാസമിതിയായ കരിന്തലക്കുട്ടം നാട്ടിറിവ് പഠന കേന്ദ്രത്തിന്റെ 30ാം വാർഷികം പൊലിയാട്ടം 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. നവംബർ 1 മാള വടമയിൽ കുടുംബ സംഘവും നവംബർ 8 നാട്ടറിവ് ശില്പശാല കലാപരിപാടികൾ എന്നിവയും വേലവരവും സംഘടിപ്പിക്കും. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖില ഭാരത നാരായണീയ മഹോത്സവം ഒക്ടോബർ 5 മുതൽ 10 വരെ ഗുരുവായൂരിൽ നടക്കും. ടൗൺ ഹാളിൽ നടക്കുന്ന നാരായണീയ മഹോത്സവം ഞായറാഴ്ച രാവിലെ 10 ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. പീഡിയാട്രിക് ക്യാൻസർ ബാധിച്ച കുട്ടികളുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ധനശേഖരണാർത്ഥം സംഗീത നിശ സംഘടിപ്പിക്കാനൊരുങ്ങി തൃശൂർ അമല മെഡിക്കൽ കോളേജ്. ജനുവരി 9 തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ മലബാറിക്കസ് എന്ന ബാൻഡിന്റെ ഗാനനിശ അരങ്ങേറും.
കേരള സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായി വലപ്പാട് ഉപജില്ലയിലെ കബഡി ടീമിന്റെ തെരഞ്ഞെടുപ്പ് നാട്ടിക SN കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. നാട്ടിക SN കോളേജ് പ്രിൻസിപ്പൽ അനിത ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനവുമായി കടവല്ലൂർ പഞ്ചായത്ത് പുത്തൻകുളത്തെ മലർവാടി വിദ്യാർത്ഥികളുടെ വേറിട്ട പ്രതിഷേധം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് പുത്തൻപിടിക സെന്റ് ആന്റണീസ് HSSന്റെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുഹൃതം സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സ്മിത P. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യമേഖലയിൽ നടപ്പിലാക്കിയ അക്വാപോണിക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വാർഡംഗം ഗഫൂർ കടങ്ങോട് അധ്യക്ഷനായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.